നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഉടായിപ്പന്മാരെ മതി, സത്യം സംസാരിക്കുന്നവർ വേണ്ട, അല്ലേ? സത്യം സംസാരിക്കുന്നവരാരെന്നും ഉടായിപ്പന്മാരാരെന്നും ഈ വീഡിയോ കൂടി മനസ്സിലാക്കാം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉടായിപ്പന്മാരുടെ പിന്നാലെ പോകരുത്, വ്യാജന്മാരുടെ പിന്നാലെ പോകരുത്, കള്ളം പറയുന്നവന്റെ പിന്നാലെ പോകരുത്, ചതിക്കപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന്റെ പുറകെ നിങ്ങൾ പോകരുത്. ഇവന്മാരെല്ലാം ഒരു കാര്യം ഓർക്കണം: ക്രിസ്തുവിന്റെ നാമത്തെ നിന്ദിക്കുക സാത്താന്റെ കരത്തിലെ ആയുധങ്ങളാണ്. അത് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ. നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് ഉത്തരം പറയൂ. ആദ്യം ഞാൻ പറഞ്ഞത് എന്തെന്നും പിന്നത്തേതിൽ ഈ ഉടായിപ്പന്മാർ വ്യാജമുണ്ടാക്കി പ്രചരിപ്പിച്ചപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല, ഒട്ടുമിക്ക പല ആൾക്കാരും അതിന് എതിരഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തെ അനുകൂലിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വ്യാജം പരത്താനായിരുന്നു ഇവരുടെ 3 പേരുടെ വീഡിയോയും. ഒരാൾ പറഞ്ഞു യഹോവയുടെ ശബ്ദം റെക്കോർഡ് ചെയ്തെന്ന്. അത് തെരുവ് നാടകക്കാരൻ ഷമീർ കൊല്ലം. ചന്തി അമ്മച്ചി പറഞ്ഞു ദൈവം സംസാരിക്കുമോ? ദൈവം സംസാരിച്ചത് റെക്കോർഡ് ചെയ്തു പോലും. ചെകുത്താൻ സുനി പറഞ്ഞു ഇതാ വ്യാജനായ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ചെകുത്താ സുനിയും പറഞ്ഞു. എന്നാൽ ഇവന്മാരുടെ വ്യാജമാണ് ഇപ്പോൾ പൊളിയുന്നത്. എന്നാൽ എൻ്റെ സത്യവും. സത്യം സംസാരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം, വ്യാജം പറയുന്നവനെ തള്ളിക്കളയണം. ആരാണ് വ്യാജനെന്നും ആരാണ് സത്യം സംസാരിച്ചതെന്നും ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ കൂടി മനസ്സിലാവും ആരാണ് വ്യാജൻ, ആരാണ് സത്യസന്ധൻ. ഓക്കെ, കാണൂ. ആദ്യം ഞാൻ പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് ആ വ്യക്തി എന്താണ് സംസാരിക്കുന്നത് നോക്കൂ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പെന്തക്കോസ്തുകാർക്ക് എന്ത് പറ്റി? എന്തിനാണ് നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്യുന്നത്? അതിലെന്താണ് ഇരിക്കുന്നത്? ഞാനൊരു വീഡിയോ കണ്ടു, അതിന്റെ ഹെഡിങ്ങിലേക്ക് എഴുതിയിരിക്കുന്നത് കണ്ടാൽ വളരെ കൃത്യമായി പെന്തക്കോസ്തുകാരെ അപമാനിക്കുക, ദൈവമക്കളെ അപമാനിക്കുക, മാത്രമല്ല സത്യസുവിശേഷത്തെ തരം താഴ്ത്തി കാണിക്കുക, സത്യവചനത്തിനെതിരെ ഒരു വലിയ വിരോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഹെഡിങ്ങിന്റെ ഒക്കെ പ്രത്യേകത. ഇത് ആരാണ് ഉണ്ടാക്കി വിട്ടത്? ഇത് ആരാണ് പടച്ചത്? ആരാണ് ഈ വീഡിയോ ഉണ്ടാക്കി വിടുന്നത്? അവരൊന്ന് പുറത്തു വരട്ടെ. ഞാനാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്, ഇതിനകത്ത് ഇന്ന കാര്യമുണ്ട്. എന്റെ പൊന്നു സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് അബദ്ധത്തിൽ ചാടരുത്. ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രാസംഗികനായ ഷമീർ കൊല്ലം ഇതിന്റെ അബദ്ധത്തിൽ വീണു. ആ വീഡിയോ ഞാൻ നാളെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കണ്ടോ? ഇത് നിങ്ങൾ കേട്ട ശബ്ദം, കേട്ട ആലോചന തന്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ച ദിവസവും അത് ഇന്നതാണെന്ന് അത് സഭയെ കേൾപ്പിക്കുകയായിരുന്നു. ഒരു മറുപടി പറയേണ്ടി ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നുന്നില്ല. കാരണം അത് എന്റെ പ്രസംഗങ്ങൾ നിരന്തരമായി കേൾക്കുന്നവർക്കും എന്റെ മെസ്സേജുകൾ ഇപ്പൊ ഈ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എന്റെ ശബ്ദം കേട്ട് പരിചയമുള്ളവർക്കും കൃത്യമായിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ടിനു പാസ്റ്റർ തന്നെ ശബ്ദമാണ് എന്നുള്ളത്. എന്നാൽ അതിനകത്ത് സാർ ചോദിച്ചുകൊണ്ട് പറയാ, അതിനകത്ത് സംഭവിച്ച ഒരു കാര്യം, അതിനൊരു 4 ദിവസം മുമ്പ് ഞാൻ ആ ദിവസങ്ങളിലെല്ലാം ഫാസ്റ്റിങ്ങിലും പ്രയറിലുമായിരുന്നു. ഞാൻ രാവിലെ എൻ്റെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രയറിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കാറുണ്ട്. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ ക്രിസ്റ്റി പാസ്റ്ററിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ജിജി പാസ്റ്റർ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അവരിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നതിന് ദൈവം അവിടെ വന്നു, കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്, അല്ലെ? ആ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഇരിക്കുമ്പോ ജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അവരെ പഠിപ്പിക്കേണ്ടതിനായിട്ട് കർത്താവ് എനിക്കൊരു വചനം തന്നു. വചനം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ആ വചനഭാഗം ബൈബിൾ തുറന്നെടുത്തു. അത് സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. പ്രോവർബ്സ് ചാപ്റ്റർ 17 വേർഡ് 13 ആണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ തിന്മ നിങ്ങളുടെ കൂടാരത്തെ വിട്ടു
വിട്ടുപോകുകയല്ല. ഒന്ന് വായിച്ച്. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. അപ്പൊ ആ വചനം സാധാരണ ഞാനൊരു വാക്യം വായിക്കുമ്പോ എന്റെ നോട്ട് പാഡിൽ ഞാൻ എഴുതി വെക്കുവോ, റെഫറൻസ് എഴുതി വെക്കുകയോ ചെയ്യും. പക്ഷെ എനിക്ക് ആ വാക്യത്തെ ആ സമയത്ത് പെട്ടെന്ന് എഴുതി വെക്കാൻ തോന്നുകയല്ലായിരുന്നു. നമുക്കിപ്പോ ഒരു പാട്ട് കിട്ടി, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പാട്ടുകാരുണ്ട്, പാട്ട് പാടുന്ന പിള്ളേരുണ്ട്. അവർക്കൊരു പുതിയ പാട്ട് കിട്ടിയാൽ പെട്ടെന്ന് അവരുടെ ഫോൺ എടുത്ത് ആ പാട്ട് അവരങ്ങ് റെക്കോർഡ് ചെയ്യും, മറന്നു പോകാതിരിക്കാൻ അല്ലേ. നമുക്ക് പെട്ടെന്ന് നമ്മളൊക്കെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു പുതിയ തോട്ട് നമ്മുടെ അകത്ത് വന്നു. വചനം പ്രസംഗിക്കുന്നവർക്ക് അറിയാം, എന്തെങ്കിലും ഒരു റെവലേഷനോ ഒരു തോട്ട്സോ പരിശുദ്ധാത്മ നമുക്ക് തന്നാൽ നമ്മൾ നമ്മുടെ എഴുതി വെക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ആ ഫോണിനകത്ത് അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കും, പിന്നെ അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഈ ഒരു വാക്യം കർത്താവ് ഇങ്ങനെ സംസാരിക്കുമ്പോ എന്റെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെടുകയാണ്. ദൈവസഭയ്ക്കെതിരെയോ ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിന്റെ വീട്ടിനകത്തുനിന്ന് തിന്മ വിട്ടുപോകത്തില്ല. അത് എന്റെ വാക്കല്ല, അത് ദൈവത്തിന്റെ വചനമാണ്. സദൃശ്യവാക്യം 17:13 വാക്യമാണ്. പക്ഷെ ഞാനത് വിട്ടു, സൺഡേ ചർച്ചിൽ വന്നു, ഇങ്ങനെ കോമൺ ആയിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജനത്തിന്റെ അനുഗ്രഹം അപ്പോഴും ഞാൻ സംസാരിക്കുന്നേ, ജനത്തിന്റെ ഡെലിവറൻസ് അപ്പോഴും സംസാരിക്കുന്നേ. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം പ്രാർത്ഥനയിൽ ഈ ഒരു വചനഭാഗത്തിലൂടെ എനിക്ക് ലഭിച്ചത്, എനിക്ക് റെഫറൻസ് ഓർമ്മ വന്നില്ല. ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു, ആ ഫോണിഞ്ഞെടുത്തേന്ന് പറഞ്ഞു, ആ ഫോണിഞ്ഞെടുത്തേന്ന് പറഞ്ഞു. അതെടുത്തിട്ട് ആ സമയത്ത് എന്റെ അകത്ത് കർത്താവ് തന്ന, അല്ലെങ്കിൽ ആ വചനത്തിലൂടെ തന്ന ചിന്ത, ദൈവം ഇപ്പൊ വചനം കർത്താവല്ലേ തരുന്നേ. ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അതറിയത്തുള്ളൂ. ആ ഭാഗം ഞാൻ പറഞ്ഞു, ദൈവസഭയ്ക്കോ ദൈവരാജ്യത്തിനോ ദൈവിക പ്രവർത്തികൾക്കോ എതിരെ പ്രവർത്തിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് തിന്മ വിട്ടുപോകുകയല്ല. അത് സദൃശ്യവാക്യം 17:13 വാക്യാണ്. അത് ഞാൻ ഈ ഫോണിനകത്തൂടെ അന്ന് പറഞ്ഞത്, എന്റെ ശബ്ദത്തിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് പറഞ്ഞ ആ സാധനം കേൾപ്പിച്ചു. ചർച്ചക്കാർക്കല്ല അത് മനസ്സിലായി, നിങ്ങളെല്ലാം കേട്ടാണ് വിട്ടു. അപ്പോൾ ഇതാണ് അതിന്റെ സത്യം. തനിക്ക് ദൈവം തന്ന വചനപ്രകാരമുള്ള ഒരു ദൂത് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വെച്ച് ജനത്തെ കേൾപ്പിച്ചു. അപ്പോൾ ആരാണ് വ്യാജന്മാർ? വളരെ കൃത്യമായി തന്നെ ഞാൻ ഇത് സംസാരിച്ചിരുന്നു. എന്നാൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന പോലെ വ്യാജന്മാരുണ്ട് സൂക്ഷിക്കുക. ആരൊക്കെയാണ്? ദാ കണ്ടോ, ഇവന്മാരെ നിങ്ങൾ സൂക്ഷിക്കുക. സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങളും തെറ്റിപ്പോകാൻ, തെറ്റായ ആശയത്തിലും തെറ്റായ ചിന്താഗതിയിലും ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുക, വ്യാജന്മാരുണ്ട് സൂക്ഷിക്കുക. സത്യം മനസ്സിലായല്ലോ? ഇനിയെങ്കിലും ഈ സത്യം പ്രചരിപ്പിക്കൂ. ഗോഡ് ബ്ലസ് യു.